ഹലോ എവരിവൺ, വെൽക്കം ടു അസ്നീസ് വേൾഡ് ഓഫ് സ്റ്റഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ഓൺ കേരളയിലെ ലാസ്റ്റ് മൊഡ്യൂളിലെ 50 years ഓഫ് മലയാളം സിനിമ ബൈ വി സി ഹാരിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എസ്സെയാണ്. അപ്പോൾ വി സി ഹാരിസ് ഒരു ടീച്ചറാണ്, ദെൻ തിയേറ്റർ പേഴ്സണാലിറ്റിയാണ്, ട്രാൻസ്ലേറ്ററാണ്. ഒഡീസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഫൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. റാഡിക്കൽ ഫിലിം തിങ്കേഴ്സൊക്കെയുള്ള ഒരു ഗ്രൂപ്പാണ്. ദെൻ ഇദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് തിയേറ്റർ ആൻഡ് സിനിമയാണ്. ദെൻ ഇദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റർ അതായത് മാധവിക്കുട്ടി, പിന്നെ ജി ശങ്കരപ്പിള്ളൈ, അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ വർക്ക്സ് ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു എസ്സേ, അതായത് 50 years ഓഫ് മലയാളം സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എസ്സേ നോക്കിക്കഴിഞ്ഞാൽ 50 വർഷത്തെ സിനിമയുടെ ചരിത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് ദ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് നീലക്കുയിൽ എന്ന് പറഞ്ഞ ഒരു ഫിലിമോട് കൂടിയിട്ടാണ് 1954. ആൻഡ് എൻഡിങ് വിത്ത് പാഠം 1 ഒരു വിലാപം 2003. അപ്പോൾ 1954 മുതൽ 2003 വരെ സിനിമയുടെ ചരിത്രത്തിൽ വന്നിട്ടുള്ള മാറ്റം, മലയാളം സിനിമകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. 1950 ഒപ്റ്റിമിസം ഉണ്ടായിരുന്നു, ശുഭാപ്തി വിശ്വാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫിലിം അവസാനിക്കുമ്പോൾ സന്തോഷത്തോടെയൊക്കെ അവസാനിച്ചിരുന്നു. ദെൻ അത് എന്ത് ചെയ്തു, ഒരു സെൻസ് ഓഫ് ഡിസ്കണ്ടൻ്റായി മാറി, ഡിസിലൂഷൻമെൻ്റായിട്ട് മാറി. പോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ, അതായത് 1960s വന്നപ്പോഴും സിനിമയുടെ ഗതി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ നാഷണൽ എമർജൻസി വന്നു, മോഡേണിസം വന്നു. അപ്പോൾ ഇതൊക്കെ മലയാളം മൂവീസിൽ നമുക്ക് കാണാൻ പറ്റും. 70s 80s ഫിലിം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻസിൻ്റെ ഇൻഫ്ലുവൻസ് കാണാം. ദെൻ പൊളിറ്റിക്കൽ കൾച്ചറൽ ടർബുലൻസ് ആയിരുന്നു പിന്നെ 1990s ഫിലിംസിൽ മൊത്തം കാണാൻ പറ്റുക. അപ്പോൾ ഹാരിസ് ടോക്സ് അബൌട്ട് ദ ചീപ്പ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് മൂവീസ്. പിന്നെ നമ്മുടെ ഫിലിമിന് എന്താണ് സംഭവിക്കുന്നത്, ഒരു കൊമേഴ്സ്യലൈസേഷൻ വന്നു. അതായത് ഫിലിം ആസ് എ ബിസിനസ്, പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമാണ് എന്നുള്ള രീതിക്ക് വന്നു. പിന്നെ അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ ഒരു പ്രോബ്ലമാറ്റിക് റിപ്രസെൻറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ ഇൻട്രസ്റ്റും കോമൺ പാസ്റ്റും കോമൺ ഫ്യൂച്ചറൊക്കെ ഷെയർ ചെയ്യാനുള്ളൊരു മാധ്യമമാണ് എന്ന് പറഞ്ഞിട്ടാണ് വി സി ഹാരിസ് ഈ ഒരു എസ്സേ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എസ്സേയുടെ ഒരു ചെറിയൊരു സമ്മറി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ചെറിയൊരു സംസ്ഥാനമാണ്. അപ്പോൾ കേരളത്തിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ മൊത്തം ഹിസ്റ്ററി എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മലയാളം ഫിലിമിൻ്റെ ട്രഡീഷൻ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് മലയാളം സിനിമ ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് ടു ദ ഹിസ്റ്ററി ഓഫ് ദി നേഷൻ ഓർ ഹിസ്റ്ററി ഓഫ് ദി സ്റ്റേറ്റ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കേരളം എങ്ങനെയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം കേരളം എങ്ങനെയാണ് 1956 എന്ത് ചെയ്തു, രൂപീകൃതമായി. 1956 കേരളം രൂപീകൃതമാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് നീലക്കുയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം ഉണ്ടായിട്ടുണ്ട് 1954. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 1956 കേരളം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടായത്, കോമൺ ലാംഗ്വേജ്, മലയാളം എന്ന കോമൺ ലാംഗ്വേജ് സംസാരിക്കുന്നവരുടെ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ ആദ്യം 3 ടെറിട്ടറീസാണ് ഉണ്ടായിരുന്നത്, ട്രാവൻകൂർ, കൊച്ചിൻ ആൻഡ് മലബാർ. അപ്പം മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെറിട്ടറി ഡയറക്റ്റ്ലി ബ്രിട്ടീഷ് റൂളിൻ്റെ കീഴിലായിരുന്നു. പിന്നെ ട്രാവൻകൂറും കൊച്ചിയും എന്താണ്, ഇൻഡയറക്ട്ലി റൂൾഡ് ബൈ ബ്രിട്ടീഷേഴ്സ്, അതായത് പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഹിസ്റ്ററി ഓഫ് 20th century കേരള ഇൻ എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് എ മിക്സ്ചർ ഓഫ് കോൺസിക്വൻസസ് ഓഫ് സെവറൽ ഇമ്പോർട്ടൻറ്റ് ലേറ്റ് 19th century സ്ട്രഗിൾ ആൻഡ് മൂവ്മെൻറ്റ് എയിംഡ് അറ്റ് സോഷ്യൽ റിഫോംസ് ആൻഡ് എമർജൻസ് ഓഫ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ആൻഡ് ദ ലെഫ്റ്റ് ഐഡിയോളജി. അപ്പോൾ 20th നൂറ്റാണ്ടിലെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 19th century ഉണ്ടായിരുന്ന സ്ട്രഗിളിൻ്റെ ബാക്കി സോഷ്യൽ റിഫോംസും അതുപോലെ തന്നെ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റും ലെഫ്റ്റ് ഐഡിയോളജി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. 1940s ആൻഡ് 1950s, അതായത് കേരളം രൂപീകൃതമാവുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അന്ന് ആർട്ടിസ്റ്റിക് പ്രൊഡക്ഷൻ
അതായത് സിനിമ അല്ലെങ്കിൽ അതർ ആർട്ടിസ്റ്റിക് പ്രൊഡക്ഷൻസ്, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഓഫ് ദി ടൈം, അതായത് ആ സമയത്ത് അവിടെ നടന്നിരുന്ന ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസിൻ്റെ ബേസിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കാസ്റ്റ് ഇൻഇക്വാളിറ്റി, ക്ലാസ് കോൺഷ്യസ്നസ്, നാഷണലിസം, പ്രോഗ്രസ്, ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. There was optimism in the air and there was enthusiasm. ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു, എല്ലാം നല്ലപോലെ നടക്കും, അങ്ങനെയുള്ളൊരു ഇതൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ഓൾ ഓഫ് വിച്ച് കുഡ് ബി ഫൗണ്ട് ഇൻ നീലക്കുയിൽ. അപ്പം നീലക്കുയിൽ എന്ന് പറഞ്ഞ ഫിലിം എടുത്ത് നോക്കിയാൽ ഈ വക കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതായത് കാസ്റ്റ് ഇൻഇക്വാളിറ്റി, ക്ലാസ് കോൺഷ്യസ്നസ്, നാഷണലിസം, പ്രോഗ്രസ്, എന്തൂസിയാസം, ഓപ്റ്റിമിസം എല്ലാം നമുക്ക് കാണാൻ പറ്റും. ആൻഡ് 1954 ഇത് ഇറങ്ങിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ലാൻഡ്മാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ നീലക്കുയിലിനെ വിളിക്കാം. ഈ നീലക്കുയിലിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂലി ലോക്കലാണ്. സാധാരണക്കാരുടെ കഥകളൊക്കെയാണ് പറയുന്നത്. വെൽ ക്രാഫ്റ്റഡ് സ്റ്റോറിയാണ്. ആൻഡ് ഈ പറഞ്ഞ ഇഷ്യൂസ്, അതായത് കാസ്റ്റ് ഇൻഇക്വാളിറ്റി, പ്രോഗ്രസ്, കൺസ്ട്രക്ഷൻ ഓഫ് മോഡേൺ സെക്യുലർ സബ്ജക്റ്റ്, ഇങ്ങനെയുള്ള എല്ലാം അതിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിലിം മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ ഫോക്ക് മ്യൂസിക്കൽ ട്രഡീഷൻ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാം കൊണ്ടും നല്ലൊരു ഇതായിരുന്നു. റൈറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകളുണ്ട്, സോഷ്യൽ ഓറിയൻറ്റേഷൻ നോക്കി എഴുതിയിട്ടുണ്ട്. അപ്പം മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു നല്ലൊരു ഫിലിമായിരുന്നു നീലക്കുയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് പാട്രിയാർക്കൽ ഐഡിയോളജി അറ്റ് വർക്ക് ഇൻ ദ ഫിലിം ഈസ് ക്വൈറ്റ് ഒബിയസ് ടുഡേ. പിന്നെ പറയുന്നതാണ് പാട്രിയാർക്കൽ, അതായത് മെയിൽ ഡോമിനേഷൻ ഫിലിം ഇൻഡസ്ട്രിയിൽ എപ്പോഴും ഉണ്ട്. And the popular and critical success of Neelakuil was largely instrumental in the construction of a dominant pattern and logic of film narrative in Kerala. അങ്ങനെ നീലക്കുയിൽ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഫിലിം, അതായത് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ഫിലിമാണ് ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ വന്നത് 1965 വരുന്നത്. അപ്പോൾ ചെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെസ്റ്റ് നോവലിൻ്റെ ബേസിലാണ് ഈ ഒരു ഫിലിം വരുന്നത്. അപ്പോൾ ഒരു ഫിഷിംഗ് കമ്മ്യൂണിറ്റീനെയാണ് പറയുന്നത്, കേരളത്തിലെ ഫിഷിംഗ് കമ്മ്യൂണിറ്റി. അപ്പോൾ എന്താണ്, ഫോക്കസിങ് ഓൺ ലോക്കൽ കൾച്ചറാണ്. ആൻഡ് ദ ഫിലിം ഈസ് ബേസ്ഡ് ഓൺ മിത്തോളജി, അതായത് കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കറിയാം കടലിൽ മീൻ പിടിക്കാൻ ആണുങ്ങൾ പോകുമ്പോൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. അപ്പോൾ പെണ്ണുങ്ങൾ അവരെ ചേച്ചിട്ട് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ കടലിൽ പോയ ആളുകൾക്ക് ആപത്ത് വരും. അങ്ങനെയുള്ളൊരു മിത്തോളജി വെച്ചിട്ടാണ്. ആൻഡ് പാട്രിയാർക്കൽ ഐഡിയോളജിയിലുള്ളൊരു ഫിലിമായിരുന്നു ചെമ്മീൻ. അപ്പോൾ അത് നമ്മുടെ കൾച്ചറൊക്കെയാണ് കാണിച്ചു തരുന്നത്, ഫിഷിംഗ് കമ്മ്യൂണിറ്റിയുടെ കൾച്ചർ. ദെൻ ചെമ്മീൻ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ട്രാജിക് എൻഡിങ് ആണ് നമുക്ക് കാണാൻ പറ്റുക. പരീക്കുട്ടിയും കറുത്തമ്മയും ഒന്നാമെന്ന് വിചാരിച്ചു, പക്ഷെ ഒരു ട്രാജിക് എൻഡിങ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഹോപ്പ് ആൻഡ് ഐഡിയലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് ഒരു ഷിഫ്റ്റ് വന്നു, ഡിസ്കണ്ടൻറ്റ് ആൻഡ് ഡിസിലൂഷ്മെൻറ്റിലേക്ക് ഒരു ഷിഫ്റ്റ് വന്നു. അതായത് സാധാരണ എല്ലാതും ശുഭാപ്തി വിശ്വാസം നന്നായി തീരും എന്നുള്ളതിലാണ് എല്ലാ ഫിലിം അവസാനിപ്പിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് ട്രാജഡിയിലേക്കും ഫിലിം അവസാനിപ്പിക്കാം, ഡിസിലൂഷൻമെൻറ്റിലും ഫിലിം അവസാനിപ്പിക്കാം എന്നുള്ളൊരു ഐഡിയ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഹിസ്റ്റോറിക്കലി ദിസ് വർക്ക്സ് അറ്റ് 2 levels. അപ്പോൾ ഈ ചെമ്മീൻ്റെ എൻഡിങ്ങും നമ്മുടെ ഹിസ്റ്ററിയും തമ്മിലുള്ള കണക്ഷനാണ് ഇനി പറയുന്നത്. ദ ഡ്രീം ഓഫ് എ ഫ്രീ ആൻഡ് പ്രോസ്പറസ് മോഡേൺ ഇന്ത്യ, അതാണ് നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത്. which galvanized the anti-colonial struggle was beginning to pay, with large section of society continuing to be denied the fruit of independence and progress, which the social cost of capitalist development beginning to manifest themselves. അപ്പോൾ പറയാണ് നമുക്ക് ഫ്രീഡം ആണ് നമ്മുടെ ഒരു ആഗ്രഹം, ഒരു മോഡേൺ ഇന്ത്യയാണ് ആഗ്രഹം. പക്ഷേ അവിടെ ഒരു ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു അഗ്നിവേശമാണ് ഉണ്ടാകുന്നത്. എല്ലാവർക്കും അതിൻ്റെ ഫ്രൂട്ട്ഫുൾനെസ് കിട്ടുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നു. ഇനി അനദർ ലെവൽ, അപ്പോൾ ഇത് നാഷണൽ ലെവലാണ് പറയുന്നത്, ഇന്ത്യ ഒട്ടുക്കെ. ഇനി കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഐഡിയോളജിയാണ്, അണ്ടർ സ്ട്രെസ്സാണ്. With the development in USSR, Eastern Europe and other part of the world beginning to impact on the communist outfits in India, leading to rift within the discontent outside. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജീസൊക്കെ വന്നപ്പോൾ പലതരം
കുറേ നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വന്നു, ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. And all this helped to bring to the form underlying tensions society relating to urbanization, bourgeoisification, the realignment of caste and communities, and new polity, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ഒന്ന് ഇന്ത്യയിൽ വന്നിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഒരു ലെവലിൽ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ലെവലിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലെഫ്റ്റ് ഐഡിയോളജീസും ആളുകളിൽ ഉണ്ടാകുന്ന അർബനൈസേഷൻ, ബൂർഷ്വായിഫിക്കേഷൻ, റിയലൈൻമെൻറ്റ് ഓഫ് കാസ്റ്റിൽ വരുന്ന കൺഫ്യൂഷൻസൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ദിസ് ഷിഫ്റ്റ്, അതായത് ഈ ഒരു ഹാപ്പിനെസ്, ഹോപ്പ്, അതിനുള്ള ഷിഫ്റ്റ്, ഡിസ്കണ്ടൻറ്റ് ആൻഡ് ഡിസൊല്യൂഷൻമെൻറ്റ് എന്നുള്ളതിലോട്ടുള്ള ഷിഫ്റ്റ്, അത് നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടും കാണാനായിട്ട് പറ്റും. ഇപ്പോൾ 1960s നമുക്കത് കാണാം. എമർജൻസ് ഓഫ് മോഡേണിസ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ എമർജൻസ് ഓഫ് മോഡേണിസ്റ്റ് മൂവ്മെൻറ്റും ചെമ്മീനുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ദെൻ 1970s വരുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ, ജി അരവിന്ദൻ, ജോൺ എബ്രഹാം, അങ്ങനെ കുറച്ച് ആളുകളും കൂടി വന്നിട്ടുണ്ട്. ആൻഡ് ആർട്ട് സിനിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അവർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, ആർട്ട് സിനിമ. അപ്പോൾ ഇതിലെന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്സിൽ നിന്ന് മാറി ഈസ്തറ്റിക്സിലോട്ടുള്ളൊരു വരവാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ സ്വയംവരം എന്ന് പറഞ്ഞിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ 1972 ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ന്യൂ ഫിലിം ജാനറിൻ്റെ ഇനാഗുറലായിട്ടാണ് ഈ ഒരു ഫിലിം ഇറങ്ങുന്നത്. അപ്പം മിഡിൽ ക്ലാസ് ടോൺ ബിറ്റ്വീൻ ട്രഡീഷണൽ സോഷ്യൽ നോംസ് റിലേറ്റിംഗ് ടു ഫാമിലി ആൻഡ് സെക്ച്വാലിറ്റി ആൻഡ് മോഡേൺ ഇമ്പൾസ് ടു ചൂസ് ഫോർ വൺസ് ആൻഡ് മൂവ് ഓൺ, അതാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അതായത് സാധാരണക്കാരുടെ ലൈഫ്, മിഡിൽ ക്ലാസ്സുകാരുടെ ലൈഫ്, അപ്പോൾ ട്രഡീഷണൽ റൂൾസ് ആൻഡ് നോംസിൽ പെട്ട് വിഷമിക്കുന്നു, അതുപോലെ ആളുടെ ഫാമിലി, സെക്ച്വാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നു. ആളുകൾ എങ്ങനെയാണ് ഓരോന്ന് ചൂസ് ചെയ്തിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ ഈ സ്വയംവരത്തിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് ദ ഫിലിം റിഫ്ലെക്ട്സ് ജനറൽ contentment in urban or semi-urban life with the problems of unemployment, poverty, lack of opportunity playing a crucial role. അപ്പോൾ ഈ സിനിമയിൽ അടൂരിൻ്റെ ഫിലിമിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവാർഡ് പടം എന്നൊക്കെ നമ്മൾ പറയും, കളിയാക്കാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാണിച്ചു തരുന്നത് ഈ സെമി അർബൻ ലൈഫ് അല്ലെങ്കിൽ അർബൻ ലൈഫൊക്കെ വന്നോട് കൂടിയിട്ട് ചില ആളുകൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളാണ്. അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഫിലിമിൽ എടുത്ത് കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെയുള്ള ഒരു ജാനർ ഒരു 2 decades വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള സിനിമാറ്റിക് തീമുകളൊക്കെ വെച്ചിട്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു വ്യത്യസ്തമായ ഒരു ഫിലിം വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി അരവിന്ദൻ്റെ തമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിമാണ് 1978. അപ്പോൾ നമുക്ക് സർക്കസിൽ തമ്പടിക്കുക എന്ന് പറയില്ലേ, ആ സംഭവം 1978 വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. അവർ ഈ മോഡേണിറ്റി വന്നപ്പോൾ അവരെങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പം enacts the drama inherent in a village community coming to face with certain images of modernity represented by the arrival of circus troupe. ഇപ്പോൾ ഒരു വില്ലേജിലോട്ട് സർക്കസ് ട്രൂപ്പ് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അപ്പോഴാണ് ആദ്യമായിട്ട് ഓരോ സംഭവങ്ങൾ ആ വില്ലേജേഴ്സ് കാണുന്നത്. അപ്പോൾ അവരനുഭവിക്കുന്ന മോഡേണിറ്റിയാണ് അതിൽ പറയുന്നത്. അപ്പോൾ വില്ലേജ് യൂത്ത് ഫീലിംഗ് ടെംപ്റ്റഡ് ടു അബാൻഡൻ ഹിസ് ട്രഡീഷണൽ റൂൾ ആൻഡ് ജോയിൻ സർക്കസ്. അപ്പോൾ ഈ ഒരു ഫിലിമിൽ തമ്പിൽ കാണിക്കുന്നത് ആ വില്ലേജിലോട്ട് സർക്കസ് വരുമ്പോൾ അവിടെയുള്ള യുവതലമുറകൾ എന്ത് ചെയ്യുന്നു, അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ജോലി വിട്ടിട്ട് ദേ ആർ റെഡി ടു ജോയിൻ ഇൻ സർക്കസ്. അപ്പോൾ അതിനെന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? The tensions that underwrite the rural or urban divide as well as social mobility in Kerala. ഇപ്പോൾ കേരളത്തിലെ അന്നത്തെ അവസ്ഥയാണ്, ആളുകളുടെ അവസ്ഥയാണ് പറയുന്നത്. മോഡേണിറ്റിയിലോട്ട് പോകാനുള്ളൊരു വ്യഗ്രതയൊക്കെ നമുക്കതിൽ കാണിച്ചു തരുന്നു. Then this film does this without being sentimental or tragic. It's quite significant. We calls attention to the resilience of village life even in the face of stiff challenges from within and outside. Resilience എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുക. അപ്പോൾ ഒരു
ഈ ചാലഞ്ചസിൻ്റെ ഒക്കെ ഇടയിൽ എങ്ങനെ ഒരു വില്ലേജ് ലൈഫ് നിലനിർത്തി പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ തമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിൽ കാണാൻ പറ്റും. During the 1970s, there was a stiff interrogation of several modes of traditional thought and life, including the values associated with religious belief and practice. Secularization and modernization of Indian polity helped to critique the religious in a more way than one, though it should be noted immediately by the 1990s the process was being reversed. By the act of M. T. Vasudevan Nair could depict in Nirmalyam the degeneration that social change with all its implications for the priest and the laity alike brought to temple relief rituals to doubtly significant today when religion, intolerance and fundamentalism were on the rise. അപ്പോൾ അത് കഴിഞ്ഞ് 1970s വന്നപ്പോൾ ട്രഡീഷണൽ ലൈഫ്, മോഡേൺ ലൈഫ് എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. പിന്നെയാണ് സെക്യുലറൈസേഷൻ, മോഡേണൈസേഷൻ എന്നുള്ള ടേംസ് വരുന്നത്. അപ്പോൾ സെക്യുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മതേതരത്വം എന്നുള്ള കാര്യമാണ് പറയുന്നത്. മോഡേണൈസേഷൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിയിൽ ഇപ്പോൾ വന്നത് സെക്യുലറൈസേഷൻ, മോഡേണൈസേഷൻ ആണ്. അപ്പോൾ ഇത് വന്നപ്പോൾ എങ്ങനെയാണ് അത് സിനിമയെ ബാധിച്ചതെന്നാണ്, സിനിമയിൽ അതെങ്ങനെ പോർട്രേ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ 1990s നിർമാല്യം എന്ന് പറഞ്ഞിട്ട് 1973 ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, എം ടി വാസുദേവൻ നായരുടെ. അപ്പോൾ ആ ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സോഷ്യൽ ചേഞ്ചസ് വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിലൊരു വെളിച്ചപ്പാടിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ വെളിച്ചപ്പാടിൻ്റെ ഫാമിലിക്ക് എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ ഭാര്യ ഇവിടെ ജീവിക്കാൻ പൈസ ഇല്ല, വെളിച്ചപ്പാടാണെങ്കിൽ ട്രഡീഷൻ, റിലീജിയൻ ആ ഒരു വേയിൽ പോവർട്ടിയും കാര്യങ്ങളും പോവാണ്. സോ ഭാര്യയ്ക്ക് പൈസ ഇല്ലാണ്ടാകുമ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറുന്ന ഒരു ഭാര്യനെയൊക്കെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആളുകളുടെ ലൈഫ് എങ്ങനെയാണ്, റിലീജിയസ് ഇൻടോളറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ കടവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിം 1991. അപ്പോൾ കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആളുകൾ കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുഴയിൽ നിന്ന് അക്കരെ കിടക്കുന്ന ആ ഒരു സംഭവമാണ് കടവ് എന്നുള്ള പേര് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഒരു ആൺകുട്ടിയുടെ കാര്യമാണ്. അതായത് ഒരു വീട്ടിൽ ഒരു ഫാമിലീനെ നോക്കുന്ന ഒരു യങ് ബോയ്. അപ്പോൾ അവരുടെ ട്രഡീഷൻ എന്ന് പറയുന്നത് ഇവരിങ്ങനെ ഫെറിമെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു കുട്ടിയുടെ കഥയാണ് ഈ കടവ് എന്ന് പറയുന്നത്. Then it is customary to treat 1975 as a watershed in the history of post-independence era, for it makes the declaration in the face of largely imagined threat and national emergency, constitutional move, seriously curtailed all kind of political and civil rights and vested unbridled power in a handful of politicians, government, functionaries and the police. പിന്നെ പറയുന്നത് 1975 ഒക്കെ ആയപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറയിൽ ഭയങ്കര വലിയ സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. നാഷണൽ എമർജൻസി വന്നിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറേ മാറ്റം വന്നു, പവേഴ്സൊക്കെ ആരേനെ ഏൽപ്പിച്ചു, പോലീസിൻ്റെ കയ്യിലും അതുപോലെ തന്നെ മിലിറ്ററിയുടെ കയ്യിലൊക്കെയാണ് പവേഴ്സ് വരുന്നത്. അപ്പോൾ അവിടെ വലിയ ആളായിട്ട് വരുന്നത് അപ്പം നമ്മുടെ നാടുകളിലെ പൊളിറ്റീഷ്യൻസും പോലീസും കാണിച്ചു കൂട്ടുന്ന ക്രൂരതകളും അങ്ങനെയുള്ള കാര്യങ്ങളായി പിന്നെ ഫിലിം ഫോക്കസ് ചെയ്യുന്നത്. നാഷണൽ എമർജൻസിയുടെ ഇതിൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നടന്നു എന്നാണ് പിന്നെ ഫിലിമിൽ പറയുന്നത്. ആൻഡ് ആ ഒരു സമയത്താണ് അമ്മ അറിയാമെന്ന് പറഞ്ഞിട്ട് ജോൺ അബ്രഹാം 1986 ഒരു ഫിലിം വരുന്നത്. അപ്പോൾ ആ ഫിലിമിൽ പറയുന്നത് കേരളത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഡ്രീം ആൻഡ് ഡെസ്പയർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് മെൻ who try to identify themselves with a cause but finally arrives a sense of futility which still politically meaningful. അപ്പോൾ ഇതിൽ പ്രോട്ടഗോണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി, അതായത് ഹീറോ എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ടു ഹിസ് മദർ ദാറ്റ് ഹി റിയലൈസസ് ഹിസ് മിഡിൽ ക്ലാസ് മോർണിംഗ് prevent him from a total identification with the revolutionaries and the working class is a deeply significant comment on the general profile of the movement itself. The film is thus an important document rise and fall of revolutionary spirit of contemporary Kerala. അപ്പോൾ ഈ അമ്മ അറിയാമെന്നുള്ള ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്തിൻ്റെ വേറൊരു ഒരു
ഒരു മുഖമാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വേറൊരു മുഖമാണെന്ന് നമുക്ക് പറയാം. റെവല്യൂഷണറി സ്പിരിറ്റാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഹിസ്റ്ററി എന്ത് ചെയ്യുന്നു, ഫിലിമിനെ നല്ല പോലെ സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി 20th സെഞ്ച്വറിയുടെ ലാസ്റ്റ് ഡീക്കേഡിലോട്ട് എത്തുമ്പോൾ അവിടെ വരുന്ന ഒരു സംഭവമാണ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ദളിറ്റ്സിന് വരുന്നത്, വിമൺ ദളിറ്റ്സിനൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ പിന്നെ മെൻഷൻ ചെയ്യാൻ തുടങ്ങി. അതായത് മൈനോറിറ്റീസിനെ അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ അവരുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഹിന്ദു റൈറ്റ്സിനെ കുറിച്ചിട്ട്, റിലീജിയസ് ഫണ്ടമെൻ്റലിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാനായിട്ട് തുടങ്ങി. ദെൻ കേരളത്തിലെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർ ടോട്ടൽ ലിറ്ററസി, ലോ ബർത്ത് റേറ്റ്, ഗുഡ് ഹെൽത്ത് കെയർ ആസ് മാനിഫെസ്റ്റ് ഇൻ ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്സ് ആൻഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, ഇങ്ങനെയാണുള്ളത്. ആൻഡ് കേരളത്തിൽ തന്നെയാണ് ഹയസ്റ്റ് സൂയിസൈഡ് റേറ്റും ഉള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോഴും കേരളത്തിന് ഓരോ കോട്ടങ്ങളുണ്ട്. ആൻഡ് ഇക്കോണമി ആണെങ്കിൽ കുറേശ്ശെ വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടാവുന്നു, റവന്യൂ ജനറേഷൻ ഉണ്ടാവുന്നുണ്ട്, ദെൻ ഫോറിൻ ഏർണിങ്സ് ഉണ്ടാവുന്നു. മലയാളി ഡയസ്പോറ, അതായത് മലയാളീസ് എന്ത് ചെയ്യുന്നു, മിഡിൽ ഈസ്റ്റിലോട്ട്, യൂറോപ്പിലോട്ട്, US-ലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. And the cultural domain was a major site of contestation, though in a term of cinema the impact continues to be rather minimal. പറയുന്നത് കൾച്ചറൽ ഡോമിനേഷൻ വെച്ചിട്ട് തന്നെയാണ് എന്നാലും ഫിലിം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറവാണ്. ആൻഡ് ദിസ് ടൈം കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം വരികയാണ്. അപ്പോൾ ഈ കൊമേഴ്സ്യലൈസേഷൻ വന്നതോട് കൂടിയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡിക്ലൈൻ ഓഫ് ദി ആർട്ട് ഹൗസ് ട്രഡീഷൻ ഇനാഗുറേറ്റഡ് ഇൻ 1970s. അപ്പോൾ നമ്മൾ പറഞ്ഞു 1970s നമ്മളൊരു ട്രഡീഷൻ ഇനാഗുറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒക്കെ നമ്മൾ പറയില്ല അവാർഡ് പടം എന്നൊക്കെ പറയുന്നത്, ആ ഒരു ട്രഡീഷനെ പൊളിച്ചടക്കിക്കൊണ്ടാണ് ഈ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ഫിലിമ കയറി വന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഫിലിംസൊക്കെ ഈ കൊമേഴ്സ്യലൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നു. ദെൻ ഷാജി എൻ കരുണിൻ്റെ വാനപ്രസ്ഥം ദ ലാസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് 1999 ഫിലിം ഇറങ്ങുകയാണ്. അതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളാസ് പെർഫോമൻസ്, ആർട്ട് ട്രഡീഷൻ, അതൊക്കെ നമുക്ക് ഒന്നുകൂടി കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. റീഡിഫൈനിങ് ആൻഡ് ആർട്ടിക്കുലേഷൻ ചെയ്യാണ് അവിടെ നടക്കുന്നത്. പിന്നെ TC ചന്ദ്രൻസ് വർക്ക് വരുന്നുണ്ട്. ദെൻ 1970s-ലും 1980s-ലും പൊളിറ്റിക്കൽ കൾച്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2003 ഒരു ഫിലിം ഇറങ്ങുകയാണ്, പാഠം 1 ഒരു വിലാപം എന്ന് പറഞ്ഞിട്ട്, ലെസൺ 1 എ വെയിൽ എന്ന് പറഞ്ഞിട്ട്. ദെൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് മലയാളം സിനിമ there was been no dearth of film that addresses themselves to the life world of the Muslims in Kerala. Demographically, Kerala is different from the rest of India is that the population is nearly 40% non-Hindus, while among Hindus themselves it is backward caste called Irava who predominate. ഇനി കേരളത്തിലെ അവസ്ഥ പറയാണ്. കേരളത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40% നോൺ ഹിന്ദുസാണ്, അതായത് മുസ്ലിംസും ക്രിസ്ത്യൻസും ആണ്. പിന്നെ ഹിന്ദുസ് ഉണ്ടെങ്കിലും അവരിൽ എങ്ങനെയാണ് ബാക്ക്വേർഡ് കാസ്റ്റാണ് കൂടുതൽ. ഈഴവ എന്ന് പറഞ്ഞിട്ട് അവരാണ് ഒത്തിരി മുന്നോട്ട് നിൽക്കുന്നത്. The representation of minorities down the decades, they've been quite problematic in general, probably because in spite of constitutional imperative, secularism as a social agenda continues to be vexed issues in India. It is the context, the one to look at films such as ഓളം തീരവും ആൻഡ് പാഠം 1 ഒരു വിലാപം. അപ്പോൾ ഈ ഒരു ഫിലിംസിലൊക്കെ നമ്മുടെ കേരളത്തിലെ ലൈഫ്, അതായത് കാസ്റ്റ് എങ്ങനെ ബേസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ സെക്യുലാരിസം എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ 2 ഫിലിംസും ഇറങ്ങിയിട്ടുള്ളത്.
ആൻഡ് എ വേർഡ് അബൌട്ട് ഫിലിം മ്യൂസിക്. ഇനി ഫിലിം മ്യൂസിക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഫിലിംസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഒരു കമ്മ്യൂണിറ്റി ബേസിലുള്ള ഫിലിംസും കാര്യങ്ങളൊക്കെയാണ് സോങ്സൊക്കെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റീസ് ആണെങ്കിൽ ആ ഒരു ഭാഗത്തെ സ്ലാങ്ങിലുള്ള പാട്ടുകൾ അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഫോക്ക് അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്ന പാട്ടുകൾ എങ്ങനെയാണ്, കമ്മ്യൂണിറ്റി, കാസ്റ്റ്, റീജിയണൽ ഡിഫറൻസസ് ഒന്നും ഇല്ലാണ്ട് എല്ലാവർക്കും ലിസൺ ചെയ്യാൻ പറ്റുന്ന ഓരോ മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് ഇറങ്ങുന്നത്. ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഹാഡ് ആക്സസ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മ്യൂസിക് അങ്ങനെയായിരുന്നു. പിന്നെ അതെല്ലാം മാറി ഫിലിം മ്യൂസിക്കോട് കൂടിയിട്ട് ദെൻ വിത്ത് ഇറ്റ്സ് antecedents in theatre music and other such practices, then this was one kind of music and everyone had access to. ഇപ്പോൾ ഫിലിംസ് വന്നോട് കൂടിയിട്ട് മ്യൂസിക് എല്ലാവർക്കും ആക്സസ് ആയി, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന തരത്തിലായി മ്യൂസിക് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ മ്യൂസിക്കിലൂടെ എന്ത് ചെയ്തു, ഡൈവേഴ്സ് സെക്ഷൻ ഓഫ് സൊസൈറ്റീനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ ഫോക്ക്, ക്ലാസിക്കൽ ആൻഡ് അതർ സോഴ്സസ് എന്നൊക്കെ മ്യൂസിക് എടുത്തു തുടങ്ങി. ദെൻ ഒരു ഡെമോക്രറ്റൈസേഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളത് ഫിലിമിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഫിലിം മ്യൂസിക് ഇൻ ഇന്ത്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കേരളം സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് എ പബ്ലിക് സ്ഫിയർ, എ സ്പേസ് വെർ ഓൾ കൈൻഡ് ഓഫ് പീപ്പിൾ ക്യാൻ കം ടുഗദർ ആൻഡ് ഷെയർ എ കോമൺ എക്സ്പീരിയൻസ് ആൻഡ് ചാർട്ട് ഔട്ട് എ കോമൺ അജണ്ട ഓഫ് ഫോർ ലൈഫ് ടുഡേ ആൻഡ് ടുമാറോ. ഒരു കോമൺ അജണ്ട അല്ലെങ്കിൽ കോമൺ ഇൻട്രസ്റ്റ് വെച്ചിട്ടുള്ള ഫിലിംസാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഫിലിംസ് മാത്രമല്ല, അതിൽ വരുന്ന മ്യൂസിക്കുകളും ഇപ്പം അങ്ങനെയാണ്. പണ്ടത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഒരു ഹിസ്റ്ററിനെ അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടൊക്കെയായിരുന്നു ആദ്യം ഇറങ്ങിയിരുന്നത് അന്നത്തെ കാലത്ത്. പിന്നെ അത് കഴിഞ്ഞ് കാസ്റ്റിനെ കാണിച്ചു, ഹിന്ദു കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് സോഷ്യൽ റിഫോമിൻ്റെ ഇതിൽ വന്നിട്ടുണ്ടായി, എമർജൻസി വന്നപ്പോഴുള്ള പ്രശ്നങ്ങൾ കാണിച്ചു. അങ്ങനെ പിന്നെയാണ് അവാർഡ് പടം എന്നുള്ളൊരു കാറ്റഗറി വന്നത്, ആർട്ട് സിനിമ എന്നുള്ളൊരു കാറ്റഗറി വന്നു. അവിടെ നിന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ലാസ്റ്റ് ഭാഗത്തേക്ക് മോഡേൺ ആ ഒരു ടൈമിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റുക, കൊമേഴ്സ്യലൈസേഷനാണ് കാണാൻ പറ്റുന്നത്. മ്യൂസിക് മാറി, എല്ലാം അടിമുടി മാറി. ഇപ്പോൾ 2003 വരെയുള്ള മാറ്റങ്ങളാണ് ഇവരോട് ഡിസ്കസ് ചെയ്ത് വെച്ചേക്കുന്നത്. 2003 ശേഷം മലയാള സിനിമയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.